കഴിഞ്ഞ ദിവസം നമ്മൾ ഭരണപരിഷ്കാര കമ്മീഷൻ സമർപ്പിച്ച ശുപാർശകളെ പറ്റി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പം അതില് കുറെ പേര് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു വീഡിയോയുടെ താഴേക്ക് കമന്റ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കൂടാണ്ട് നമ്മുടെ തൊഴിൽ പ്രസിദ്ധീകരണങ്ങളായ തൊഴിൽ വാർത്തയും തൊഴിൽ വീതിയിലും അതിന്റെ ഒരു എഡിറ്റോറിയൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് നിയമനം മുടക്കുന്ന ശുപാർശകൾ നടപ്പാക്കരുത് എന്നുള്ള രീതിയിലാണ് അവിടെ എഡിറ്റോറിയൽ വന്നേക്കുന്നത്. അപ്പൊ അത് എഡിറ്റോറിയൽ നമുക്ക് അത്യാവശ്യം പ്രാധാന്യം അർഹിക്കുന്ന ഒരു എഡിറ്റോറിയൽ തന്നെയാണ്. അപ്പൊ അത് എന്തൊക്കെയാണ് പറഞ്ഞതിന്റെ കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിപ്പോ കഴിഞ്ഞ ദിവസം തൊഴിൽ വാർത്തയിൽ വന്ന എഡിറ്റോറിയലാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് പറഞ്ഞതിന്റെ കാര്യം നമുക്ക് നോക്കാം. അതായത് നാലാം ഭരണപരിഷ്കാര കമ്മീഷൻ സമർപ്പിച്ച ശുപാർശകളിൽ ചിലത് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഈ ശുപാർശകൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി വിശദമായ എക്സിക്യൂട്ടീവ് ഉത്തരവ് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് പുറത്തിറക്കി കഴിഞ്ഞു. ഇനി വിശേഷാൽ ചട്ടങ്ങളിലും നടപടിക്രമങ്ങളിലും ഭേദഗതികൾ വരുത്തേണ്ടതുണ്ട്. അതിനുള്ള നടപടികൾ ബന്ധപ്പെട്ട വകുപ്പുകൾ ആരംഭിച്ചതായാണ് വിവരം. ഇതിന്റെ വീഡിയോ ആണ് എന്ത് ചെയ്യാ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് കമ്മീഷന്റെ ശുപാർശകൾ ഉദ്യോഗാർത്ഥിക്ക് ഉപകാരപ്പെടുന്ന വിധം നടപ്പാക്കാനുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും PSCയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതാണ്. അതായത് ഓരോ വകുപ്പിൽ 2 വർഷത്തേക്ക് ഉണ്ടാകാനിടയുള്ള പ്രതീക്ഷിത ഒഴിവുകളുടെ 10% അധികം ഉദ്യോഗാർത്ഥികളെ മാത്രം ഉൾപ്പെടുത്തി റാങ്ക് പട്ടിക തയ്യാറാക്കുന്ന വിധത്തിലുള്ള ശുപാർശ സർക്കാർ അംഗീകരിച്ചതിന്റെ കൂട്ടത്തിൽ കാണുന്നു. ഇത് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് സഹായകരമാണെന്ന് പൊതുവിൽ അഭിപ്രായമില്ല. നമുക്കറിയാം, യൂണിഫോം തസ്തികകളും ട്രെയിനി തസ്തികകളും ഒഴികെയുള്ളതൊക്കെ നിലവിൽ 3 വർഷമാണ് റാങ്ക് പട്ടികയുടെ കാലാവധി ഉള്ളത്. അതിനാൽ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ട ഉദ്യോഗാർത്ഥികളുടെ എണ്ണം നിശ്ചയിക്കുന്നതിന് PSC മാനദണ്ഡമാക്കുന്നത് 3 വർഷത്തെ പ്രതീക്ഷിത ഒഴിവുകളാണ്. അത് 2 വർഷത്തെ ഒഴിവുകളാക്കി ചുരുക്കുന്നതോടെ മിക്ക ലിസ്റ്റുകളിലും വളരെ കുറച്ച് പേര് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. PSC പരീക്ഷ എഴുതുന്നവർ തീരെ ചെറിയ വിഭാഗമാണ് ഇപ്പോഴും ചുരുക്കപ്പട്ടികകളും റാങ്ക് പട്ടികകളും ഉൾപ്പെടുത്തുന്നത്. പ്രതീക്ഷിത ഒഴിവുകളുടെ 5 ഇരട്ടി ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടുത്തി റാങ്ക് പട്ടിക തയ്യാറാക്കുമ്പോൾ തന്നെ ഇതാണ് സ്ഥിതി. അതിനാൽ ഇനിയും വെട്ടിക്കുറവ് വരുത്തുന്നത് ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷ തകർക്കും. മാത്രമല്ല, NJD അതായത് നോൺ ജോയിന്റ് ഡ്യൂട്ടി അല്ലെങ്കിൽ ഒഴിവുകൾ മുൻകൂട്ടി കണക്കാക്കാനാവില്ല എന്നതിൽ മിക്ക റാങ്ക് ലിസ്റ്റുകളും കാലാവധി തികയും മുൻപേ റദ്ദാവുന്ന സ്ഥിതിയും ഉണ്ടാകും. അതുമല്ല, നേരിയ മാർക്ക് വ്യത്യാസത്തെ റാങ്ക് ലിസ്റ്റിന് പുറത്തായി അവർക്കെല്ലാം അത് വലിയ നിരാശ ഉണ്ടാക്കുന്നതാണ്. ഒരേ യോഗ്യതയുള്ള തസ്തികൾക്കെല്ലാം ഒന്നിച്ച് പരീക്ഷ നടത്തുന്ന പരിഷ്കാരം വന്നതോടെ മിക്ക റാങ്ക് ലിസ്റ്റിലും ഓരോ ഉദ്യോഗാർത്ഥികൾ തന്നെ ഇടം പിടിക്കുന്നതും NJD ഒഴിവുകൾ വർദ്ധിക്കുന്നതും ഇപ്പോൾ വലിയ തോതിലായിട്ടുണ്ട്. റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുന്ന എല്ലാവർക്കും ജോലി കിട്ടില്ലെന്ന് ആർക്കാണ് അറിയാത്തത്. എന്നാൽ അതിന്റെ പേരിൽ വലിയ വിഭാഗം ഉദ്യോഗാർത്ഥികളെ പട്ടികകളിൽ നിന്ന് മാറ്റി നിർത്തുന്ന സ്ഥിതി ഉണ്ടായാൽ അത് PSCയുടെ പ്രസക്തി തന്നെ ഇല്ലാതാക്കും. ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷ തകർക്കുന്ന ഭരണപരിഷ്കാര കമ്മീഷൻ ശുപാർശകൾ അതേപടി നടപ്പാക്കേണ്ടതുണ്ടോ എന്ന് സർക്കാർ ഗൗരവമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. സർക്കാർ ജോലിക്കായി കാത്തിരിക്കുന്നവരെ നിരാശപ്പെടുത്തുന്നതാവരുത് ഇക്കാര്യത്തിലുള്ള തീരുമാനങ്ങൾ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യാം, അവിടെ തൊഴിൽ വാർത്തയിൽ എന്ത് എഡിറ്റോറിയൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. കാരണം വെച്ചാൽ ഇപ്പൊ കോമൺ എക്സാം ആണ്. കോമൺ എക്സാം ആയതുകൊണ്ട് തന്നെ അവര് റാങ്ക് ലിസ്റ്റിലും അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിലും ഉൾപ്പെടുന്നവരുടെ എണ്ണൊക്കെ അവിടെ സ്വാഭാവികമായിട്ട് കുറച്ചിട്ടുണ്ട്. അതിൽ കുറെ പേര് എന്താ മെയിൻ സെയിം ഉദ്യോഗാർത്ഥികൾ തന്നെയാണ് വരുന്നത് അല്ലെ. അപ്പോ ഇതിൽ പറഞ്ഞ എഡിറ്റോറിയൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഇതില് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒന്നും കൂടി എന്താ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടി അവർ ചിന്തിക്കും എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോ ഇതൊരു വീഡിയോ ആയിട്ട് ജസ്റ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് എന്താ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ഈ ഒരു വീഡിയോ നമുക്ക് വേണ്ടി താങ്ക് യു.